ഹലോ, എൻ്റെ പേര് ആൽഡർ എന്നാണ്. ഞാൻ ഈ വീഡിയോ എടുക്കണമെന്നോ പോസ്റ്റ് ചെയ്യണമെന്നോ വിചാരിച്ചിടുന്നൊരു വീഡിയോ അല്ല. പക്ഷേ ഇത് പോസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്യുന്നെന്ന് മാത്രം. ഇതൊരിക്കലും ഒരു ഷോറൂമിനോട്ട് എതിരായിട്ടോ അല്ലെങ്കിൽ ഈ ബ്രാൻഡിനെതിരായിട്ടോ ഇടുന്നൊരു വീഡിയോ അല്ല. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഇതെൻ്റെ 2017 BS4 NS200 വണ്ടിയാണ്. ഇത് ഏകദേശം ഒരു 57,000 കിലോമീറ്റർ ഓടിയ ഒരു NS200 ആണ്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് എൻജിൻ ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്കായിരുന്നു ഉണ്ടായത്. എൻജിൻ്റെ ഭാഗത്ത് എവിടെയൊക്കെ ഓയിൽ സീലുണ്ടോ അവിടെ എല്ലാ സീലും ലീക്കായി. ആകെ ഓയിൽ ലീക്ക് നല്ല രീതിയിലുണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ എന്ത് ചെയ്തു, വണ്ടി കംപ്ലയിൻ്റ് ആയാൽ നേരെ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തു. സർവീസ് സെൻ്ററിൽ കൊടുത്തപ്പോഴത്തേക്ക് എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ചെന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി. അവർ പറഞ്ഞ വെച്ച് നോക്കാനാണെങ്കിൽ എല്ലാ ഓയിൽ സീലും മാറ്റി. ഓയിൽ ലീക്കിന് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരുന്നത്. അന്നേരം ഓയിൽ സീലൊക്കെ എല്ലാം മാറ്റി എല്ലാം കഴിഞ്ഞ് വണ്ടി തിരികെ കിട്ടിയിട്ട് പോലും എൻ്റെ ഈ ഓയിൽ ലീക്ക് എന്നുള്ള കംപ്ലയിൻറ്റ് മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓയിൽ ലീക്ക് മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമത് കൊണ്ടേ കാണിച്ചതും അവിടുത്തെ ഒരു അഡ്വൈസർ എന്നോട് പറഞ്ഞതാണ്, സ്റ്റിൽ ഓയിലേക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിൻ കംപ്ലീറ്റ്ലി ഓവർ ഹോൾ ചെയ്യേണ്ടി വരും. ഈ ഓവർ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിൻ ഒന്ന് അഴിച്ച് രണ്ടാമത് റീസെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് ഓവർ ഹോളിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടി വരും. 18,000 രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ 2017 56,000 കിലോമീറ്ററോടെ ഒരു വണ്ടിക്ക് ഇതുപോലെ തന്നെ അത്രയും 18,000 രൂപ എടുത്തൊരു പണി ചെയ്യുന്നത് കുറച്ച് നഷ്ടമെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങോട്ട് പോസ് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ആലോചിച്ചില്ല. എന്നിട്ട് ഈ ഓയിൽ ലീക്കും കാര്യങ്ങളും കൊണ്ട് ഓയിൽ ഇങ്ങനെ റീഫിൽ ചെയ്ത് കുറച്ചാൾ ഞാൻ കൊണ്ടുവന്നു. പിന്നെ വിചാരിച്ചു എങ്ങാലും ഈ വണ്ടിക്ക് പണി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങനെ ചെയ്ത് കൊണ്ടു നടക്കുന്ന പരിപാടി ഞങ്ങൾ നിർത്തി. കുറേ നാൾ വണ്ടി ഇതുപോലെ തന്നെ ഷെഡിലിരിക്കുമായിരുന്നു. എനിക്കപ്പോഴത്തേക്കും കാണുമ്പോൾ സങ്കടം വരും, വണ്ടി ഇങ്ങനെ മൊത്തത്തിൽ പൊടിയൊക്കെ പിടിച്ച് ആകെ നാശമായിട്ടിരിക്കുന്നതാകുമ്പോൾ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേറൊരു വർക്ക്ഷോപ്പിൽ കാണിച്ചു നോക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കുഴപ്പമില്ല ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറിനോട് ഞാൻ ചോദിച്ചു, NS200 ആണ് വണ്ടി, എവിടെയാണ് ഇത് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എനിക്ക് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് നമ്മളെ തൃപ്പൂണിത്തറയിലെ മോട്ടോ ഫാബ്. അവിടെ മോട്ടോ ഫാബിലാണ് കൊണ്ടേ കാണിച്ചത്. പക്ഷേ അവിടെ വണ്ടി കൊണ്ടേ കാണിച്ചു. ഞാൻ കംപ്ലയിൻറ്റ് എന്താണെന്ന് അവരോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഓയിലിക്കാന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ സർവീസ് സെൻറ്റർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവർ കൊണ്ടേ ഇതുപോലെ തന്നെ വണ്ടി അവിടെ വെച്ചിട്ട് വന്നു. പിറ്റേ ദിവസം അന്ന് തന്നെ രാത്രി എനിക്ക് കോള് വന്നു, വണ്ടി റെഡി ആയിട്ടുണ്ട് വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. കാര്യം 18,000 രൂപ ഏകദേശം എസ്റ്റിമേറ്റ് പറഞ്ഞൊരു വണ്ടി അവർ നിസ്സാര സമയം കൊണ്ട് ശരിയാക്കിയെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ കംപ്ലയിൻറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ ഇല്ലേ, ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ. ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടെ ഒരു സീലുണ്ടായിരുന്നു, അതാണ് ലീക്ക്. അപ്പോൾ എനിക്കറിയില്ല നമ്മുടെ ഷോറൂമാർ അത് വിട്ടുപോയതാണോ നോക്കാൻ വിട്ടുപോയതാണോ എനിക്കറിയില്ല. പക്ഷേ അതായിരുന്നു കംപ്ലയിൻറ്റ്. ഇവിടുത്തെ ഓയിൽ സീൽ അങ്ങോട്ട് മാറി. ടോട്ടൽ എന്താ പറയുക, സർവീസും ഇതുപോലെ തന്നെ ഓയിലിൻ്റെ സീലും കാര്യങ്ങളെല്ലാം കൂടെ എനിക്കാകെ കോസ്റ്റ് ചെയ്തത് അറൗണ്ട് 500 രൂപക്ക് ഈ സംഭവം മൊത്തം ശരിയാക്കി കിട്ടി. ഈ സീലും പിന്നെ അവർ ചെറിയ രീതിയിൽ ഓയിൽ റീഫിൽ ചെയ്ത് തന്നു, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നു. പിന്നെ വണ്ടി വാഷ് ചെയ്തിട്ട് വേണമല്ലോ ഈ ഓയിലേക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ വാഷിങ്ങിൻ്റെ എല്ലാം കൂടെ ചാർജായിട്ട് 500 രൂപയിൽ മൊത്തം തീർത്ത് തന്നു വണ്ടി. ഇതാണ് എനിക്കുണ്ടായ അനുഭവം. ആ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും വലിയ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വരുമ്പോഴത്തേക്കും നേരെ ഷോറൂമിൽ ചെന്ന് എമൗണ്ട്, അതായത് അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആവുമെന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു സെക്കൻഡ് ഓർ തേർഡ് ഒപ്പീനിയൻ എടുക്കണം, നല്ലതായിരിക്കും. ഇപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് നിസ്സാര പൈസക്ക് ഇത് ശരിയാക്കി കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ കുറേ നാൾ 18,000 രൂപ ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അവസാനം ഞാൻ ആ ഒരു എമൗണ്ട് കൊടുത്ത് ഈ വണ്ടി ശരിയാക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ. കാര്യം ഞാൻ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്യണ കൂട്ടത്തിലാണ്. അപ്പോൾ ഇത് കീറിയതൊന്നും വിചാരിക്കേണ്ട, ഇത് കുരങ്ങ് അടിച്ചതാണ്, ഇത് മാറ്റാൻ നിൽക്കുകയാണ്. അപ്പോൾ വേറെ അല്ല, ബാക്കിയെല്ലാം കൊണ്ടും പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. എല്ലാ 3000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഓയിൽ ചേഞ്ച് ചെയ്യും. നമ്മുടെ ബജാജിൻ്റെ ഓയിലല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, നമ്മുടെ മോട്ടോൾ മറ്റേ 7100. അടിപൊളി ഓയിലാണ്. എന്തായാലും ബജാജിൻ്റെ ഓയിലെക്കാട്ടും ഭയങ്കര സുപ്പീരിയറാണ്, ഭയങ്കര സ്മൂത്തായിട്ടുണ്ട് വണ്ടി. അപ്പോൾ എല്ലാം കൊണ്ടും 3000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.